ഹലോ ഫ്രണ്ട്സ്, വിരാസ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫോക്കസ് പോയിൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇക്കണോമിക്സ് ക്ലാസ്സാണ്. പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ലിബറലൈസേഷൻ എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്താറുണ്ട്. അതുപോലെ തന്നെ നോട്ട്സ് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഇവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏത് വീഡിയോ ആണ് നല്ലത് എന്ന് നിങ്ങൾ പറയണം. ബോർഡിൽ എഴുതി കാണിക്കുന്നതാണോ നല്ലത്, അല്ല ഇതുപോലുള്ള വീഡിയോ ആണ് ബെറ്റർ, ഏതാണ് നല്ലത്, അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ടോപ്പിക്ക് അതിൽ പെൻഡിങ് ആയിരുന്നു. അതിൽ ഒന്നാമത്തത് ഡീവാല്യൂഷൻ. എന്താണ് ഈ ഡീവാല്യൂഷൻ എന്ന് പറയുന്നത്? ഡീവാല്യൂഷൻ ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി വിത്ത് റെസ്പെക്ട് ടു ഫോറിൻ കറൻസീസ്. നമ്മുടെ കറൻസി മൂല്യം കുറക്കുന്നതാണ്. എങ്ങനെ? ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങൾക്കറിയാം. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു കറൻസിയെ മറ്റൊരു കറൻസിയുമായി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 73 റുപ്പീസ് കൊടുത്താൽ $1, അതൊരു എക്സ്ചേഞ്ച് റേറ്റാണ്. അപ്പോൾ നമ്മുടെ മൂല്യം, ഈ പറയുന്ന നമ്മുടെ കറൻസി മൂല്യം കുറക്കുന്നതിനെയാണ് പറയുന്നത് എന്താണ് ഡീവാല്യൂഷൻ എന്ന് പറയുന്നത്, റിഡ്യൂസ് ചെയ്യുന്നതാണ്. അതിൽ രണ്ടാമത്തത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിഫോംസ് ആണ്. അവിടെയും ഈ പറയുന്ന ഉദാരവൽക്കരണം കൊണ്ടുവന്നു. എങ്ങനെ? ഇമ്പോർട്ട്സ് ലിബറലൈസ്ഡ്. ഇറക്കുമതി ചെയ്യുന്നതിനെ അവിടെ ഒന്ന് ലിബറലൈസ് ചെയ്തു. അതായത് ഇല്ലെങ്കിൽ ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊരു കണക്ക് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി, അതൊന്നുകൂടി ലിബറലൈസ് ചെയ്തു. രണ്ടാമത്തത് കോട്ട റിമൂവ് ചെയ്തു. കോട്ട എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അളവ്, അതായത് അവിടെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഇത്ര സാധനങ്ങൾ മാത്രമേ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കോട്ട റിമൂവ് ചെയ്തു. മൂന്നാമത്തത് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്തു. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ടാക്സ് ആണ്, അത് റെഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ് ചെയ്തു, റദ്ദാക്കി. അതായത് ഇമ്പോർട്ട് ലൈസൻസിങ്, ഇറക്കുമതി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണം, അതിനെ അബോളിഷ് ചെയ്തു. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ്. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന നികുതിയും അവിടെ റിമൂവ് ചെയ്തു. ഇതാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്ന ഒരു ഉദാരവൽക്കരണം എന്ന് പറയുന്നത്, റിഫോം. നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ. എന്താണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുണ്ട്, ഗവൺമെൻറ് ബസ്സുണ്ട്, പ്രൈവറ്റ് സ്കൂളുണ്ട്, ഗവൺമെൻറ് സ്കൂളുണ്ട്. എന്താണ് ഈ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റ് കമ്പനീസിന്, പ്രൈവറ്റ് സ്കൂളുകൾക്ക്, പ്രൈവറ്റ് ബസ്സിന് ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുക എന്ന് പറയുന്നതാണ് പ്രൈവറ്റൈസേഷൻ. ഈ പറയുന്ന പ്രൈവറ്റൈസേഷൻ വരുന്നതിന് മുൻപ് എല്ലാം ഗവൺമെൻറ് ആയിരുന്നു, പ്രൈവറ്റ് ഇല്ല. സോ പ്രൈവറ്റ് സെക്ടറിന് പ്രവർത്തിക്കാനുള്ള അവിടെ പെർമിഷൻ കൊടുക്കുക, ഇത് തന്നെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ മീൻസ് ഗിവിംഗ് എവേ ദ ഓണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എൻ്റർപ്രൈസസ് ടു പ്രൈവറ്റ് കമ്പനീസ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള എൻ്റർപ്രൈസസിന് പ്രൈവറ്റിന് കൊടുക്കുക എന്ന് പറയുന്നതാണ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ്റെ മറ്റൊരു പേരാണ് ഡിസ്നാഷണലൈസേഷൻ. അത് നിങ്ങൾ മറക്കരുത്, രണ്ടും ഒന്നാണ്. ഈ പറയുന്ന പ്രൈവറ്റൈസേഷനും അതുപോലെ തന്നെ ഡിസ്നാഷണലൈസേഷൻ. ഇനി പ്രൈവറ്റൈസേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വൺ ഫോം ഓഫ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ്റെ ഒരു രീതിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഗവൺമെൻറ് ഉടമസ്ഥതയിൽ ഉള്ള ഷെയർസ്, സ്ഥാപനങ്ങളുടെ ഷെയർസിന് പ്രൈവറ്റിന് കൊടുക്കുക. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിലുള്ള ഷെയർസിനെ, അതിൻ്റെ ഷെയർസിനെ പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്നതിന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നത്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? അതായത് റെഡ്യൂസിങ് ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വരുന്ന ഈ ഒരു ഭാരം, നിങ്ങൾക്കറിയാം ക്രൈസിസ് വന്നത്, പ്രതിസന്ധി. സോ അവിടെ ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ട്, അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുത്തത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇംപ്രൂവിങ് ദി എഫിഷ്യൻസി ഓഫ് PSU, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവിങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് PSU, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഈ പറയുന്ന പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫിനാൻഷ്യലായി ഇപ്പോൾ അവിടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുമ്പോൾ
ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂടും, ഓട്ടോമാറ്റിക്കായി കൂടും. കാരണം പ്രൈവറ്റ് സെക്ടർ കൂടി അവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ പെർഫോമൻസ് കൂടും, ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂടും. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻഹാൻസിങ് ദ എബിലിറ്റി ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ് ടു റൈസ് ഫണ്ട്സ് ഫ്രം ദി മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാം. പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും വരുമ്പോൾ അവിടെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി പബ്ലിക് സെക്ടറിൻ്റെ എബിലിറ്റി സാമർത്ഥ്യം കൂടും. എങ്ങനെയാണ് പബ്ലിക് സെക്ടറിൻ്റെ ഈ പറയുന്ന എബിലിറ്റി സാമർത്ഥ്യം കൂടുന്നത്? ഓട്ടോമാറ്റിക്കായി കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തു. പ്രൈവറ്റ് സെക്ടേഴ്സ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഭാരം കുറയുന്നു, ഗവൺമെൻറ്റിൻ്റെ ഭാരം കുറയുന്നു, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ എബിലിറ്റി സാമർത്ഥ്യം ഓട്ടോമാറ്റിക്കായി കൂടി വരും. മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് റൈസിങ് റവന്യൂ ഫോർ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് റവന്യൂ വേണം, വരുമാനം വേണം, അതുപോലെ തന്നെ പണം അവിടെ ആവശ്യമാണ്, ക്രൈസിസ് ആണ്. സോ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയത്. സോ അതും അതിൻ്റെ ഒരു ഉദ്ദേശമാണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, മേൽനോട്ടം ഗവൺമെൻറ് ആണ്, പക്ഷേ പ്രവർത്തിക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ മഹാരത്നാസ്, നവരത്നാസ് ആൻഡ് മിനി രത്നാസ് എന്ന് പറയുന്നത്. 2-3 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, പല സമയത്ത് ഇത് ചോദിക്കാറുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാം LPGയിലെ വളരെ പ്രധാനപ്പെട്ട ജി. എന്താണ് ജി? ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അവിടെ സ്ഥാപിക്കുന്നതാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സഹായം ചെയ്തുകൊണ്ടുള്ള ഒരു റിലേഷനാണ് അവിടെ ഈ പറയുന്ന ഗ്ലോബലൈസേഷന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത്? ക്ലോസർ ഇൻറ്റിഗ്രേഷൻ ഓഫ് ഇക്കണോമിക്സ്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കോണമി തമ്മിലുള്ള നല്ല ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പോസിറ്റീവായ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ക്ലോസർ ആയിട്ടുള്ള ഇൻറ്റിഗ്രേഷന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഫ്രീ ഫ്ലോ ഓഫ് ഗൂഡ്സ്, സർവീസ്, ക്യാപിറ്റൽ, നോളജ് അക്രോസ് നാഷണൽ ബൗണ്ടറീസ്. നമുക്കറിയാം ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുൻപ് ഇന്ത്യ ക്ലോസ്ഡ് ഇക്കോണമി ആയിരുന്നു. പിന്നീടാണ് ഓപ്പൺ ഇക്കോണമിയായി മാറിയത്. രാജ്യങ്ങൾ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയത് പിന്നീടാണ്. നോളജ് ഷെയർ ചെയ്യുക, നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, ഗൂഡ്സ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതും അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്ന ആ രീതിയിലേക്കുള്ള ഒരു റിലേഷനാണ് ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് മാർക്കറ്റ്സ് ത്രൂ റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെലവ് കുറച്ചുകൊണ്ട് നമ്മുടെ മാർക്കറ്റിനെ പരസ്പരം വിസ്തരിക്കുന്നത്. ഇത് തന്നെയാണ് ഗ്ലോബലൈസേഷൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഉദ്ദേശമെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഗ്ലോബലൈസേഷൻ കൊണ്ടുവരുന്നത്, ഈ പറയുന്ന ആഗോളവൽക്കരണം കൊണ്ടുവരാനുള്ള കാരണം. ഗ്ലോബലൈസേഷനെ കൊണ്ട് വന്ന ഒരു പോസിറ്റീവ് മാറ്റം, ഒരു നല്ല ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഔട്ട്സോഴ്സിംഗ് ആണ്. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡിൽ നിന്ന് സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിനെ ഔട്ട്സോഴ്സിംഗ് എന്നാണ് പറയുന്നത്. അന്യരാജ്യങ്ങളിൽ നിന്ന് സേവനങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്, ഇതിനെ നമ്മൾ പറയുന്നത് ഔട്ട്സോഴ്സിംഗ്. എങ്ങനെയാണ് നമ്മൾ സർവീസുകൾ സ്വീകരിക്കുന്നത്? ഈ പറയുന്ന സേവനങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക? സോഫ്റ്റ്വെയർ, നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അന്യരാജ്യങ്ങൾക്ക് കൊടുക്കും. അതുപോലെ തന്നെ അവർ അവിടെ ഇരുന്നു കൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് തരും. അതുപോലെ തന്നെ ഏറ്റവും അധിക സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് IT, ഇൻഫർമേഷൻ ടെക്നോളജി. അതുപോലെ തന്നെ അക്കൗണ്ടിങ്, ലീഗൽ സർവീസ്, എഡിറ്റിംഗ്, അനിമേഷൻ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻസ്. അതായത് നിങ്ങൾക്കറിയാം ബാഹുബലി എന്ന ഫിലിമിൻ്റെ അനിമേഷൻ നടത്തിയത് ഔട്ട്സൈഡാണ്, ഫോറിൻ കൺട്രീസിലാണ് അതിന് വേണ്ട അനിമേഷൻ നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അതായത് ഔട്ട്സൈഡിൽ ഇരുന്നു കൊണ്ട് അവർ നമുക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതിനെയാണ് പറയുന്നത് ഔട്ട്സോഴ്സിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യ ഈസ് എ മേജർ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ. വൈ? ഇന്ത്യ ഔട്ട്സോഴ്സിങ്ങിന് പറ്റിയ സ്ഥലമാണ്. എന്തുകൊണ്ട്? കാരണം ഇവിടെ നല്ല സ്കില്ലുള്ള ആളുകളാണ് ഉള്ളത്. 2 ലോ വേജ് റേറ്റാണ്, വേജ് റേറ്റ് കുറവാണ്. ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആളുകളാണ് ഉള്ളത്. ബെറ്റർ ടൈം സോണാണ്. യൂറോപ്യൻ കൺട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ രാത്രിയാണെങ്കിൽ ഇവിടെ പകലാണ്. സോ അവർക്ക് ഇവിടുന്ന് സഹായം സ്വീകരിക്കാനും അവിടുന്ന് കൊടുക്കാനും പറ്റിയ സ്ഥലമാണ്. അവരുടെ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ
നടന്നു പോകും. രാത്രിയാണെങ്കിലും ഇവിടുന്ന് ആളുകൾ ചെയ്തു കൊടുക്കും. അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് എ മേജർ ഔട്ട്സോഴ്സിംഗ് ഡെസ്റ്റിനേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. അപ്പോൾ WTO എന്ന ഓർഗനൈസേഷൻ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് GATT ആയിരുന്നു, GATT ആയിരുന്നു. അതായത് ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. 1948 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല രീതിയിൽ അന്താരാഷ്ട്രീയ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള നല്ല രീതിയിലുള്ള ബിസിനസ് നടത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഒരു ഓർഗനൈസേഷനാണ് WTO എന്ന് പറയുന്നത്. 1995 ഗാറ്റ് ഈ പറയുന്ന WTO ആയി മാറിയത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായി മാറിയത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ഇൻ്റർനാഷണൽ ട്രേഡ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. WTO കൊണ്ടുവരാനുള്ള കാരണം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്. എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയുള്ള അവസരങ്ങൾ കൊടുക്കുക. എൻഷുറിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഓൾ കൺട്രീസ് ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്രീയ ബിസിനസ്സിൽ എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുക എന്ന് പറയുന്നതാണ്. 2, എൻകറേജിങ് മൾട്ടിലേറ്ററൽ ട്രേഡ് റേദർ ദാൻ ബൈലേറ്ററൽ ട്രേഡ്. മൾട്ടിലേറ്ററൽ അതായത് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് നടത്തണം, വ്യാപാരം നടത്തണം. അല്ലാതെ ബൈലേറ്ററൽ ആയിട്ടുള്ള ഒരു ട്രേഡ് അല്ല അവിടെ ആവശ്യമെന്ന് പറയുന്നത്. ഒരേ രാജ്യം എല്ലാ രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യുക അല്ല. രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഇറക്കുമതി ചെയ്യുന്നതും അതുപോലെ തന്നെ കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. പിന്നെ നോൺ ടാരിഫ് ബാരിയേഴ്സിനെ അവിടെ ഇല്ലാതാക്കണം. അത് മറ്റൊരു കാരണമാണ്, മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് നോൺ ടാരിഫ് ബാരിയേഴ്സ്. നോൺ ടാരിഫ് ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യണം. ആവശ്യമില്ലാത്ത ഒരു ബാരിയർ അവിടെ വരാൻ പാടില്ല. നോൺ ടാരിഫ് അവിടെ നിങ്ങൾക്കറിയാം കോട്ട ഉണ്ടായിരുന്നു. കോട്ട എന്ന് പറയുന്നത് പരിമിതിയാണ്, ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു പരിമിതി, അതൊക്കെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ ടു റെഡ്യൂസ് ടാരിഫ് ബാരിയേഴ്സ് നികുതിയൊക്കെ ഉണ്ടായിരുന്നു, അധിക നികുതി ഉള്ളതിനൊക്കെ അവർ ഒഴിവാക്കി. ഇതൊക്കെയാണ് ഈ പറയുന്ന WTO വരാനുള്ള കാരണം. അതല്ലാതെ എസ്റ്റാബ്ലിഷിംഗ് റൂൾ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം, റിമൂവിങ് ട്രേഡിംഗ് റെസ്ട്രിക്ഷൻസ്, ട്രേഡിംഗ് നിബന്ധനകൾ അവിടെ ഇല്ലാതാക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് വ്യാപാരം കൊണ്ടുവരിക. അങ്ങനെ ഒരു സിസ്റ്റം, നല്ല ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു റൂൾ ഉള്ള ട്രേഡ് സിസ്റ്റം കൊണ്ടുവരിക. അതാണ് ഇതിൻ്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്, ഉദ്ദേശം എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് ട്രേഡ് ബൈ ഇൻക്ലൂഡിങ് ട്രേഡ് സർവീസ് ലൈക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ബാങ്കിങ് ഇൻഷുറൻസ് ഒക്കെ എന്താണ്, അതും കൂടി നല്ല രീതിയിൽ കൊണ്ടുവരിക. അതായത് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള സർവീസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇൻക്ലൂഡിങ് ട്രിപ്സ്, അതുപോലെ തന്നെ ട്രിംസ് ഇൻ ദ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. എന്താണ് ഈ ട്രിപ്സ് എന്ന് പറയുന്നത്? ട്രിപ്സ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പാറ്റേൺ ആണ്. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പാറ്റേൺ. ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ അത് നമ്മുടെ സ്വന്തമാണ്, മറ്റൊരാളത് കോപ്പി ചെയ്യാൻ പാടില്ല. സോ അത് അങ്ങനെയുള്ള നിബന്ധനകൾ കൊണ്ടുവന്നു, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ ട്രിംസ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് അതും കൂടി കൊണ്ടുവന്നു. ഇതൊക്കെ ഈ WTO കൊണ്ടുവരാൻ അല്ലെങ്കിൽ WTO കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. WTOൻ്റെ ഒരു എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. LPG കൊണ്ടുവന്നതുകൊണ്ട്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ന്യൂ ഇക്കോണമിക് പോളിസി കൊണ്ടുവന്നതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് റിഫോംസിൻ്റെ സമയത്ത് ഇന്ത്യൻ ഇക്കോണമി എങ്ങനെയുണ്ടായിരുന്നു? GDP വർദ്ധിച്ചു, അതൊരു പോസിറ്റീവ് മാറ്റമാണ്. GDP ഗ്രോത്ത് ഇംപ്രൂവ്ഡ്. 1980 GDP ഉണ്ടായിരുന്നത് 5.79% ആയിരുന്നു. പിന്നീട് 2015-16 ആവുമ്പോൾ 7.6 ആയി മാറി. അത് നല്ലൊരു മാറ്റമാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഈസ് നൗ ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് ഇക്കോണമി ഇൻ ദ വേൾഡ്. അതായത് വേൾഡിൽ തന്നെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ്, ഏറ്റവും അധികം വേഗത്തിൽ ഗ്രോവിങ് ചെയ്യുന്ന ഒരു ഇക്കോണമിയാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് നോക്കാം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ്ഡ്. ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട്, പ്രൈവറ്റൈസേഷൻ വന്നതുകൊണ്ട്, ലിബറലൈസേഷൻ വന്നതുകൊണ്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസായി. 1991 103 മില്യൺ ആയിരുന്നു
ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നീട് 2005-2006 20,243 മില്യണായി അത് മാറി. നല്ലൊരു മാറ്റമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും കൂടി വന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഹൈ ഗ്രോത്ത് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ നല്ലൊരു മാറ്റം, വളർച്ച വന്നു. ഈ വന്നതുകൊണ്ട് LPG വന്നതുകൊണ്ട് വന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഇറ്റ് വാസ് ഓൺലി 6 ബില്യൺ ഇൻ 1991 6 ബില്യൺ ആയിരുന്നു. 2016 ഇത് 363 ബില്യണായി മാറി. സോ ഇത്രയും മാറ്റങ്ങൾ, പോസിറ്റീവായ മാറ്റങ്ങളാണ് ഇന്ത്യൻ ഇക്കോണമിയിൽ സംഭവിച്ചത് LPG വന്നതുകൊണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു. LPG വന്നതുകൊണ്ട്, ന്യൂ ഇക്കോണമിക് പോളിസി വന്നതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്. അഗ്രികൾച്ചർ സെക്ടറിൽ അത്ര വലിയൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതായത് 3% ഗ്രോത്താണ് അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടായത്. കാരണം ആ സമയത്ത് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രികൾച്ചറിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ല. കൂടുതലായി ഇൻഡസ്ട്രിയൽ സെക്ടറിനായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇമ്പോർട്ട്സിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. കൂടുതലായി ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ്. അഗ്രികൾച്ചർ ഇൻപുട്സിൻ്റെ വില കൂടിയതാണ് മറ്റൊരു കാരണമെന്ന് പറയുന്നത്. ഫെർട്ടിലൈസറിൻ്റെ, സീഡ്സിൻ്റെ, വിത്തുകളുടെ വില കൂടിയതാണ് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഷിഫ്റ്റ് ടു ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയതാണ്. അതായത് ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്ക് മാറി. ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് നെല്ല് ഫോർ എക്സാമ്പിൾ. അതിൽ നിന്ന് പെപ്പറിലേക്ക്, റബ്ബറിലേക്ക് മാറിയത്. അത് നമുക്ക് ഭക്ഷ്യസാധനങ്ങളായി ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു റീസണാണ്. ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയത് ഒരു റീസണാണ്. സോ ഇത്രയും റീസണാണ് ഏതിന്, അഗ്രികൾച്ചർ സെക്ടറിൽ ഗ്രോത്ത് റേറ്റ് കുറയാനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞത്. മറ്റൊന്ന് ജോബ്ലെസ് ഗ്രോത്ത് ആണ്. ന്യൂ ഇക്കോണമിക് പോളിസി അല്ലെങ്കിൽ ഈ റിഫോംസ് ഫെയിൽ ടു ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇത് പരാജയപ്പെട്ടു. അതായത് കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതിൽ ഇത് പരാജയപ്പെട്ടു. അതുകൊണ്ട് ഗ്രോത്ത് വാസ് ജോബ്ലെസ് ഗ്രോത്ത്. അതുകൊണ്ടാണ് പറയുന്നത് ജോബ്ലെസ് ഗ്രോത്ത് എന്ന്. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അത് നമുക്ക് നോക്കാം. ഈ പറയുന്ന ന്യൂ ഇക്കോണമിക് പോളിസി വന്നതുകൊണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ 1991 ഇത് കൊണ്ടുവന്നത്. ആ സമയത്ത് നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നു. ഏതിൽ? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. പിന്നീട് അത് കുറഞ്ഞു. 2004 ഒന്നുകൂടി അത് കൂടി വന്നത്, ഇംപ്രൂവ് ചെയ്തത്. സോ ഇത് ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ടായ മാറ്റമാണ്. മറ്റൊന്ന് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് റവന്യൂ ഇൻക്രീസ്ഡ്, അതായത് റവന്യൂ കൂടി, വരുമാനം കൂടി. ഡ്യൂറിങ് 1991 ഇറ്റ് വാസ് 2500 crore. 1991 2500 കോടി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 2015-16 ഇറ്റ് വാസ് 56,500 crore. അത്രയും കൂടി, അത്രയും വർദ്ധിച്ചു. അതുപോലെ തന്നെ റിഫോംസ് ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്. ഇവിടെ ടാക്സ് റിഫോംസ് ഫെയിൽ ടു ഗെറ്റ് ഡിസൈർഡ് റിസൾട്ട്സ്. വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് വന്നില്ല. അതാണ് അവിടെ സംഭവിച്ച ഒരു നെഗറ്റീവായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാക്സ് GDP റേഷ്യോ വാസ് നോട്ട് ഇംപ്രസീവ്. അതായത് ടാക്സ് GDP റേഷ്യോ അത്ര നല്ലൊരു ഇംപ്രസീവായ റേഷ്യോ അല്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. ഒരു ചാപ്റ്റർ ഇവിടെ കവർ ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വെരാ സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പുതിയ ചാപ്റ്ററായി പിന്നീട് കാണാം. അതുവരെ ബൈ.